ഇന്ത്യ പാക് സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ അതീവ ജാഗ്രതയിൽ ആണ് രാജ്യം മുന്നോട്ട് പോകുന്നത്. അടിയന്തരമായ നിർണായകമായ യോഗങ്ങൾ രാജ്യതലസ്ഥാനമായ ഡൽഹിയിൽ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് സേനാ മേധാവികളുമായി കൂടിക്കാഴ്ച നടത്തി. അതിനുശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി പ്രതിരോധ മന്ത്രി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. അതേസമയം പഞ്ചാബ്, ഹരിയാന സംസ്ഥാനങ്ങളിൽ വലിയ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ചണ്ഡീഗഡിൽ അടക്കം വ്യോമസേന സൈറൺ മുഴക്കി ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഓഫീസുകളിൽ തുടരുന്നവർ അവർ ഏറ്റവും സുരക്ഷിതമായ ഇടങ്ങളിൽ തുടരുക, വീടുകളിൽ ഉള്ളവർ വീടിന് പുറത്തേക്ക് ഇറങ്ങാതിരിക്കുക, ബാൽക്കണിയിലോ അല്ലെങ്കിൽ ടെറസിന് മുകളിലോ ഒന്നും പോകാതിരിക്കുക, അങ്ങനെ ഏറ്റവും സുരക്ഷിതമായി തുടരുക എന്ന നിർദ്ദേശം ആണ് ഇപ്പോൾ ഈ സംസ്ഥാനങ്ങളിലെ ജനങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. അതേസമയം രാജ്യത്തിൻ്റെ മുന്നോട്ട് പോക്കിനെ ഏതെങ്കിലും തരത്തിൽ ഇത് ബാധിക്കുന്നില്ല എന്നുള്ളതും എടുത്തു പറയട്ടെ. പ്രത്യേകിച്ച് നിരവധിയായ തെറ്റായ ഇൻഫർമേഷനുകൾ സമൂഹ മാധ്യമങ്ങളിലൂടെ അടക്കം വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. രാജ്യത്തെ മുഴുവൻ വിമാനത്താവളങ്ങളും അടച്ചിട്ട നിലയിൽ ആണ് എന്ന വ്യാജ പ്രചാരണം ഉണ്ട്. വളരെ കൃത്യമായി പറയുന്നു, ഡൽഹി വിമാനത്താവളം അടക്കം ഇപ്പോൾ പ്രവർത്തന സജ്ജമാണ്. അതിർത്തി പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ട വിമാനത്താവളങ്ങൾ മാത്രമാണ് അടച്ചിട്ടിട്ടുള്ളത്. അതോടൊപ്പം തന്നെ പഞ്ചാബ്, ജമ്മു കാശ്മീർ പോലെയുള്ള സംസ്ഥാനങ്ങളിൽ ആണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളത്. രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറന്നു പ്രവർത്തിക്കുന്നുണ്ട്. ഓഫീസുകൾ വളരെ കാര്യക്ഷമമായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. പഞ്ചാബിൽ ഉൾപ്പെടെ ഈ സേനാ വിഭാഗങ്ങൾക്ക് അവധി റദ്ദാക്കി സജ്ജമായിരിക്കണം എന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മറ്റു പല സംസ്ഥാനങ്ങളിലും അത്തരത്തിലുള്ള അറിയിപ്പുകളില്ല. ഇതുമായി ബന്ധപ്പെട്ട് വ്യാപകമായ തെറ്റായ പ്രചാരണങ്ങൾ അടക്കം ഇപ്പോൾ ഇന്ത്യയിലും ഉണ്ട് എന്നതാണ് പ്രേക്ഷകരെ ഓർമ്മപ്പെടുത്തേണ്ടത്. ഏതെങ്കിലും തരത്തിൽ അങ്ങനെ രാജ്യത്തെ ഗുരുതരമായി ബാധിക്കുന്ന തരത്തിലുള്ള ഏതെങ്കിലും മുന്നറിയിപ്പുകൾ ഒന്നും തന്നെ രാജ്യത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പോഴും ഉണ്ടായിട്ടില്ല. മറ്റ് മേഖലകൾ എല്ലാം തന്നെ സജീവമായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. പശ്ചിമ ബംഗാളിലെ ഒരു മേഖലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധിയാണ്. അത് ഈ സംഘർഷവുമായി ബന്ധപ്പെട്ടല്ല, അവിടെ പ്രാദേശികമായി ഉത്സവങ്ങളുടെ പശ്ചാത്തലത്തിൽ കൂടിയാണ് എന്നുള്ളതാണ്. ഒപ്പം അതിർത്തി മേഖലകളിൽ കനത്ത ജാഗ്രത തുടരുന്നുണ്ട്. അത് പ്രധാനമായും ജമ്മു കാശ്മീരിലും പഞ്ചാബിലും തന്നെയാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതര സംസ്ഥാനങ്ങളിലെ ജീവിത രീതികളൊക്കെ തന്നെ ഇപ്പോഴും സാധാരണ നിലയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. രാജ്യം ഒറ്റക്കെട്ടായി തന്നെയാണ് ഭീകരവാദത്തിനോട് എതിരെ ഉള്ള ചെറുത്തുനിൽപ്പ് നടത്തുന്നത്. ഒപ്പം പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് സാധാരണക്കാരായ ആളുകൾക്ക് നേരെയുണ്ടാകുന്ന ആക്രമണങ്ങൾ ചെറുക്കാനടക്കം സജ്ജമായിരിക്കുന്നു. പാകിസ്ഥാൻ ഇപ്പോഴും ഷെൽ ആക്രമണം തുടരുന്ന സാഹചര്യം ആണ് ഉള്ളത്. അത് പ്രത്യേകിച്ച് അതിർത്തി മേഖലകളിൽ ആണ്. ജമ്മു കാശ്മീരിന്റെ അതിർത്തി മേഖലകളിൽ ആണ് പാകിസ്ഥാൻ ആക്രമണം തുടരുന്നത്. അത് നേരിട്ട് വെടിയുതിർക്കുന്ന സാഹചര്യമുണ്ട്. ഷെൽ ആക്രമണം നടത്തുന്ന പശ്ചാത്തലമുണ്ട്. പൂഞ്ച്, രജൌരി സെക്ടറുകളിൽ അടക്കം വ്യാപകമായ തോതിൽ ആണ് പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് വെടിനിർത്തൽ കരാർ ലംഘനം തുടർന്നുകൊണ്ട് ഇരിക്കുന്നത്. അതിനിടയിലാണ് ഈ ഭീകരരെ ഇന്ത്യയിലേക്ക് കടത്തുന്നതിനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളത് വ്യക്തമാകുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ചെറുത്തുനിൽപ്പിന് ഇടെ ആണ് 7 ഭീകരരെ ഇന്ത്യൻ സൈന്യം വധിച്ചത് എന്നുള്ളതാണ്. സാംബ മേഖലയിലൂടെ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറാൻ ശ്രമിച്ച ഭീകരവാദികളെയാണ് ഇന്ത്യ കൊലപ്പെടുത്തിയത്. ഇതുപോലെ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറിയ ഭീകരർ ആയിരുന്നു പഹൽഗാമിൽ 27 പേരുടെ ജീവൻ എടുത്തത് എന്നതാണ് പ്രധാനം. അത്തരം ഭീകരവാദ കേന്ദ്രങ്ങളിൽ, അതായത് ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറുന്നതിന് പരിശീലനം നൽകുക, ആയുധ പരിശീലനം നൽകുക, ചാവേറുകൾ ആകാൻ, അതായത് ആക്രമിക്കുക, ഒപ്പം സ്വയം മരിക്കുക, അതിനു പോലും മടിയില്ലാത്ത തരത്തിൽ ഈ വ്യക്തികളെ, യുവാക്കളെ അടക്കം പരിശീലിപ്പിക്കുന്ന തീവ്രവാദ കേന്ദ്രങ്ങളിൽ ആയിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ ഇന്ത്യ ആക്രമണം നടത്തിയത്. 9 ഇടങ്ങളിൽ നടത്തിയ ആ ആക്രമണം തന്നെയാണ് ഇപ്പോൾ പാകിസ്ഥാനെ വിരളി പിടിപ്പിച്ചിട്ടുള്ളത്. പാകിസ്ഥാനിലെ തീവ്രവാദ കേന്ദ്രങ്ങളെ ഉന്മൂലനം ചെയ്യുവാനുള്ള ഇന്ത്യയുടെ നീക്കം അത് വലിയ തോതിൽ പാകിസ്ഥാന് തിരിച്ചടിയാകുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ആക്രമണം തുടരുന്നത് ഇന്ത്യക്ക് നേരെ. ER രാഗേഷാണ് വാർത്തയുടെ ഏറ്റവും പുതിയ വിശദാംശങ്ങളുമായി ചേരുന്നത്. രാഗേഷ്, ഒരു ഭാഗത്ത് അതിർത്തിയിൽ പാകിസ്ഥാന്റെ പ്രകോപനം, തുടർച്ചയായി വെടിനിർത്തൽ കരാർ ലംഘിക്കുന്നു, ഒപ്പം ഇന്ത്യയുടെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളെ അടക്കം പാകിസ്ഥാൻ ലക്ഷ്യം വെക്കുന്നു. കഴിഞ്ഞ ദിവസം അടക്കം അത് നമ്മൾ കണ്ടതാണ്. ഇന്ത്യയുടെ സൈനിക താവളങ്ങളെ, വ്യോമ താവളങ്ങളെ ആണ് പാകിസ്ഥാൻ ലക്ഷ്യം വെച്ചിരുന്നത്. അത് തകർക്കുന്നു. അതിനിടയിൽ ഭീകരവാദികളെ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറ്റുവാനുള്ള അവസരം സൃഷ്ടിച്ചെടുക്കുന്നു, അതും ചെറുക്കുന്നു. എത്രത്തോളം
ജാഗ്രതയിലാണ് ഇന്ത്യൻ സൈന്യം? ഏത് തരത്തിലുള്ള ചെറുത്തുനിൽപ്പാണ് ഇപ്പോൾ ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുന്നത്? അഭിലാഷ, അതീവ ജാഗ്രതയിലാണ് രാജ്യം. ഒപ്പം നിർണായക കൂടിക്കാഴ്ചകളും ഡൽഹിയിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ജാഗ്രത എന്ന് പറയുമ്പോൾ ഇന്നലെ പ്രത്യേകിച്ച് ജമ്മു മുതൽ ഏതാണ്ട് ഗുജറാത്ത് വരെയുള്ള പടിഞ്ഞാറൻ മേഖലയിൽ പലയിടത്തായി ആക്രമിക്കാൻ, പ്രത്യേകിച്ച് ഡ്രോൺ ഉപയോഗിച്ച് ആക്രമിക്കാനുള്ള നീക്കമാണ് പാകിസ്ഥാൻ നടത്തിയത്. അതെല്ലാം തന്നെ അതിവിദഗ്ധമായി ഇന്ത്യൻ സേന പ്രതിരോധ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് തകർക്കുകയും ചെയ്തു. പക്ഷേ അതിനുശേഷവും പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ശ്രമങ്ങൾ ഉണ്ടായേക്കാം എന്നതുകൊണ്ട് തന്നെയാണ് കനത്ത ജാഗ്രത ഇപ്പോഴും തുടരുന്നത്. പ്രധാനമായും അമൃത്സർ ഒക്കെ തന്നെ ഇന്നലെ ലക്ഷ്യം വെച്ചിരുന്നു. പാകിസ്ഥാനോട് ഏറ്റവും ചേർന്ന് കിടക്കുന്ന ജില്ലയാണ് അമൃത്സർ. പ്രത്യേകിച്ച് ലാഹോറിലേക്കുള്ള ദൂരമൊക്കെ തന്നെ 50 കിലോമീറ്ററിന് താഴെ മാത്രമാണ് അമൃത്സർ എന്നുള്ളത്. അപ്പോൾ അമൃത്സർ ഇന്നലെ ലക്ഷ്യം വെച്ചു. അവിടെ ചിലയിടങ്ങളിൽ നിന്നൊക്കെ ഡ്രോണുകളുടെ അവശിഷ്ടങ്ങളൊക്കെ തന്നെ കണ്ടെത്തുകയും ചെയ്തു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ജാഗ്രതാ നിർദ്ദേശം വന്നിട്ടുള്ളത് ചണ്ഡീഗഡിലാണ്. അത് 2 സംസ്ഥാനങ്ങളുടെ തലസ്ഥാനം എന്നതുകൊണ്ട് മാത്രമല്ല ചണ്ഡീഗഡിൽ ഇത്തരമൊരു ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. വ്യോമസേനയാണ് ഇത്തരമൊരു ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അത് പിന്നീട് ജില്ലാ ഭരണകൂടം നൽകുകയും ജില്ലാ ഭരണകൂടം തന്നെ ജനങ്ങൾ പുറത്തിറങ്ങരുത്, ജാഗ്രത പാലിക്കണം എന്ന നിർദ്ദേശം നൽകുകയായിരുന്നു. കാരണം വെസ്റ്റേൺ കമാൻഡിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ചണ്ഡീഗഡിലാണ്. അതായത് വെസ്റ്റേൺ കമാൻഡ് എന്ന് പറയുമ്പോൾ കരസേനയുടെ രാജസ്ഥാനിലെയും ഒപ്പം പഞ്ചാബിലെയും ഒക്കെ തന്നെ സൈനിക നീക്കം ഇതൊക്കെ തന്നെ വെസ്റ്റേൺ കമാൻഡിന് കീഴിലാണ് വരുന്നത്. മറ്റൊന്ന് അവിടെ വ്യോമസേന താവളമുണ്ട്. അങ്ങനെ പലതരത്തിൽ നോക്കുകയാണെങ്കിൽ തന്ത്രപ്രധാന മേഖലയാണ്, കേന്ദ്രമാണ് ചണ്ഡീഗഡ്. ഒരുപക്ഷെ പാകിസ്ഥാനിലേക്ക് അടക്കമുള്ള സൈനിക നീക്കങ്ങൾക്കൊക്കെ ഏറ്റവും അടുത്ത് കിടക്കുന്ന കരസേനയുടെയും ഒപ്പം തന്നെ നാവികസേനയുടെയും ഒക്കെ തന്നെ യൂണിറ്റും അതിന്റെ ആസ്ഥാനം കൂടി സ്ഥിതി ചെയ്യുന്നത് അവിടെയാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് അത്തരമൊരു ജാഗ്രതാ നിർദ്ദേശം ഈ ഘട്ടത്തിൽ സുരക്ഷാ സേനകൾ നൽകിയത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മുന്നറിയിപ്പ്, ജനങ്ങൾ സഹകരിക്കണം, വീടുകളിൽ നിന്ന് പുറത്തിറങ്ങരുത് എന്ന നിർദ്ദേശം ഇപ്പോൾ നൽകുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും സൈറൺ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മുഴങ്ങിയത്. ഒപ്പം തന്നെ പഞ്ച്കുളയിലും ഇപ്പോൾ അത്തരമൊരു ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ചണ്ഡീഗഡിനോട് ചേർന്ന് കിടക്കുന്ന ഒരു ടൗണാണ് പഞ്ച്കുള. അത് ഹരിയാനയിൽ വരുന്ന പ്രദേശമാണ്. അത്തരം ജാഗ്രതാ നിർദ്ദേശം ഈ ഘട്ടത്തിലൊക്കെ തന്നെ നൽകിയിട്ടുണ്ട്. ഏതായാലും പഞ്ചാബ് സർക്കാർ ഇപ്പോൾ ഉന്നതതല യോഗം വിളിച്ചിട്ടുണ്ട്. ഇപ്പോൾ അതിർത്തിയിലെ അടക്കം സാഹചര്യം, പഞ്ചാബിലെ അടക്കമുള്ള സാഹചര്യങ്ങൾ അവർ ചർച്ച ചെയ്യുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. കാരണം പഞ്ചാബിലൊക്കെ തന്നെ ഇന്നലെ ഇത്തരത്തിൽ ലൈറ്റുകൾ അണച്ചുകൊണ്ട് പൂർണ്ണമായ ബ്ലാക്ക് ഔട്ടിലേക്കൊക്കെ തന്നെ പോയിരുന്നു. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ അവിടെ ഇനിയും മുൻകരുതൽ എടുക്കേണ്ടതുണ്ട്. അക്കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാൻ വേണ്ടിയാണ് ഇപ്പോൾ മന്ത്രിസഭ യോഗം ചേർന്ന് ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത്. ഒപ്പം രാജസ്ഥാനിലും സമാനമായ സാഹചര്യമാണ്. രാജസ്ഥാനിലെയും പല ജില്ലകളും ബാഡ്മേറും ഒപ്പം തന്നെ ജയ്സാൽമേറും ശ്രീഗംഗാനഗർ അടക്കമുള്ള ജില്ലകൾ അതിർത്തി പങ്കിടുന്നതാണ്. ഏതാണ്ട് 6 or 9 ജില്ലകൾ ഇത്തരത്തിൽ രാജസ്ഥാനിലും പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്നുണ്ട്. അപ്പോൾ അവിടങ്ങളിലൊക്കെ തന്നെ ഇന്നലെ സമാനമായ രീതിയിൽ ഡ്രോണുകൾ ഉപയോഗിച്ച് ആക്രമിക്കാൻ പാകിസ്ഥാൻ നീക്കം നടത്തിയിരുന്നു. അത് ചെറുക്കാൻ കഴിഞ്ഞു. പക്ഷേ തുടർ ആക്രമണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ടാണ് സംസ്ഥാന സർക്കാരും അത്തരം ചില മുന്നൊരുക്കങ്ങൾ ഈ ഘട്ടത്തിൽ നൽകുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും ഡൽഹിയിൽ നിർണായക യോഗങ്ങൾ നടക്കുകയാണ്. 3 സേനാ മേധാവികളുമായി രാജ്നാഥ് സിംഗ് കൂടിക്കാഴ്ച നടത്തി. ഇന്നലെ ഉണ്ടായ സാഹചര്യങ്ങളൊക്കെ തന്നെ ഈ സേനാ മേധാവികൾ രാജ്നാഥ് സിംഗിനെ അറിയിച്ചു. ഒപ്പം ഇനി ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ, പാകിസ്ഥാൻ തുടർ നീക്കങ്ങൾ നടത്തുകയാണെങ്കിൽ എന്തായിരിക്കണം മറുപടി തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ചർച്ച ചെയ്തിട്ടുണ്ട്. ഏതായാലും പ്രധാനമന്ത്രിയുമായി അല്പസമയത്തിനകം തന്നെ രാജ്നാഥ് സിംഗ് കൂടിക്കാഴ്ച നടത്തും. പ്രധാനമന്ത്രി ഇന്നലെ ഇത്തരത്തിൽ പാകിസ്ഥാന്റെ ഭാഗത്തുണ്ടായ പ്രകോപനം ഏതാണ്ട് 8:30 പാകിസ്ഥാൻ ഇത്തരത്തിൽ ആദ്യം 8 മിസൈലുകൾ ജമ്മു മേഖലയിലേക്ക് മാത്രം അയക്കുന്നു. അതിനുശേഷം ഡ്രോണുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്താൻ ശ്രമിച്ചു. ഇതെല്ലാം സൈന്യത്തിന് പ്രതിരോധ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് തകർക്കാൻ സാധിച്ചു. അതിനുശേഷമാണ് പഞ്ചാബിലും രാജസ്ഥാനിലും പിന്നീട് ഗുജറാത്തിലും ഒക്കെ തന്നെ സമാനമായ രീതിയിൽ ആക്രമണ നീക്കമൊക്കെ നടന്നതും പിന്നീട് ഇന്ത്യ ഇത്തരത്തിൽ തിരിച്ചടി എന്നോണം പാകിസ്ഥാനിലെ സൈനിക താവളങ്ങളൊക്കെ തന്നെ ലക്ഷ്യം വെക്കുകയും ചെയ്തത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നിലവിലെ സാഹചര്യം, അതിർത്തിയിലെ സേനാ വിന്യാസം വർദ്ധിപ്പിക്കുന്നത്, അത്തരം കാര്യങ്ങളൊക്കെ തന്നെ രാജ്നാഥ് സിംഗും സേനാ മേധാവികളും സംയുക്ത സേനാ മേധാവിയുമായുള്ള കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്തു. അതിനുശേഷം ഇപ്പോൾ പ്രധാനമന്ത്രിയെ രാജ്നാഥ് സിംഗ് ഏതായാലും കാണാൻ നിൽക്കുകയാണ്. ഏതായാലും ഇന്ത്യ ഇപ്പോഴും ആവർത്തിച്ച് വ്യക്തമാക്കുന്നത് സ്ഥിതി വഷളാക്കാൻ ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ പാകിസ്ഥാൻ പ്രകോപനം തുടർന്നാൽ അതിന്റെ ഇരട്ടിയായി തിരിച്ചടി വാങ്ങും എന്ന പ്രതികരണം തന്നെയാണ് ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഈ ഘട്ടത്തിൽ ഉണ്ടാകുന്നത്. ഒപ്പം ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ നടക്കുന്നത് അല്ലെങ്കിൽ സംഘർഷം നിൽക്കുന്നത് അതിർത്തി മേഖലയാണ്. അത് ജമ്മുവിലെ അന്താരാഷ്ട്ര അതിർത്തി മുതൽ
വടക്കൻ കശ്മീർ വരെയുള്ള നിയന്ത്രണരേഖയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിൽ പല സെക്ടറുകളിലും ഇത്തരത്തിൽ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് വലിയ രീതിയിൽ പ്രകോപനം ഉണ്ടായിട്ടുണ്ട്. അത് പൂഞ്ച് മുതൽ രജൌരി അതിനുശേഷം കുപ്വാര, ബാരാമുള്ള അടക്കമുള്ള പ്രദേശങ്ങളിലൊക്കെ തന്നെ സമാനമായ രീതിയിൽ വലിയ തോതിൽ മോർട്ടാർ ഷെല്ലുകൾ ഉപയോഗിച്ച് ഇന്നലെ ശരിയാണ്. അതാണ്